എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമ്മുടെ ബഹുമാനപ്പെട്ട സെക്രട്ടറി പറഞ്ഞ മാതിരി കുറേ വർഷമായിട്ട് എയർഫോഴ്സ് അസോസിയേഷൻ ഒരുപാട് പ്രോഗ്രാമുകൾ നടത്തി അസോസിയേഷന്റെ വളർച്ച എന്ന് പറഞ്ഞാൽ വലിയ രൂപത്തിൽ വളരുകയും ചെയ്തു. അതിൻ്റെയൊക്കെ ഫലമായിട്ട് നമുക്ക് സ്വന്തമായിട്ട് എയർഫോഴ്സ് കെട്ടിടമുണ്ട്. അവിടെ ഇതുവരെ ഉള്ള എയർഫോഴ്സ് വെറ്ററൻസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ 99% പ്രോബ്ലം അവിടെ സോൾവ് ചെയ്യാറുണ്ട്. ഇന്ന് നിങ്ങളുടെ സെക്ഷനെ കുറിച്ചുള്ള എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും ഇന്ന് ഇവിടെ തന്നെ ഒരു സെപ്പറേറ്റ് രജിസ്റ്റർ വെച്ചിട്ടുണ്ട്, അതിനകത്ത് എഴുതുക. അത് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഫോർവേഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ സെക്രട്ടറി പറഞ്ഞ മാതിരി എന്തുകൊണ്ട് നമ്മൾ എയർഫോഴ്സ് മാത്രം എല്ലാവരും ESM ആണ്. അപ്പം നമുക്ക് ഒന്നിച്ച് നിന്നിട്ട് അവരുടെ പ്രശ്നങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അങ്ങനെ എല്ലാ ബുധനാഴ്ചയും ശനിയാഴ്ചയും ഞങ്ങളുടെ ഓഫീസ് തുറന്ന് പ്രവർത്തിക്കുന്നതായിരിക്കും. നിങ്ങൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളും അവിടെ വന്നു കഴിഞ്ഞാൽ മാക്സിമം കൊണ്ട് കഴിയുന്നത് അത് സോൾവ് ചെയ്യുന്നതായിരിക്കും. നമുക്കറിയാം ഈ ഇവിടുത്തെ പലരെയും പ്രശ്നങ്ങൾ എയർഫോഴ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. നടന്ന കാര്യം ചീഫിന് എഴുതിയിട്ടുണ്ട്. ചീഫിനെ കൊണ്ട് പറ്റാത്ത കാര്യം പ്രൈം മിനിസ്റ്റർക്ക് എഴുതിയിട്ടാണ് ഞങ്ങൾ ഒരുപാട് പേരെ പ്രോബ്ലം സോൾവ് ചെയ്തത്. അതെല്ലാം നമ്മുടെ സെക്രട്ടറിയുടെ കഴിവാണ്. ഈവൻ പ്രൈം മിനിസ്റ്റർക്ക് എഴുതിയിട്ട് സോൾവ് ചെയ്ത ഒരുപാട് പ്രോബ്ലം, പെൻഷൻ കിട്ടാത്ത അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ബുധൻ ശനി ദിവസങ്ങൾ വിളിച്ചിട്ട് വരുവാണെങ്കിൽ ഞങ്ങളുണ്ടാവും. ഞങ്ങളെ കൊണ്ടാകുന്ന എല്ലാവിധ സഹായങ്ങളും 3 സർവീസാണ്, ആർമി, എയർഫോഴ്സ്, നേവി. ഞാൻ ഈ ഒരു കാര്യത്തെപ്പറ്റി മെസ്സേജ് കൊടുത്തിട്ടപ്പം ആർമി വെറ്ററൻസിന് ഒരുപാട് വരാൻ മടി കാണിച്ചു. എനിക്കറിയില്ല എന്താണെന്ന്. അത് ജില്ലാ പ്രസിഡന്റിനെ വിളിച്ചിരുന്നു, സിറ്റി യൂണിറ്റ് പ്രസിഡന്റ് മോഹൻ സാർ, എല്ലാവരും ഞാൻ പറഞ്ഞിരുന്നു എന്താണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ. നമ്മൾ റിട്ടയർ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളുണ്ട്, നമ്മളങ്ങ് പോകും. പക്ഷേ നമ്മൾ കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലികൾ വേറെ എങ്ങും ആരുടെ മുമ്പിലും ഓടുകാനോ അങ്ങോട്ട് പില്ലട്ട് ഓടാനൊന്നും നമ്മൾ സമ്മതിക്കരുത്. നമുക്കെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവർക്ക് എല്ലാ ആനുകൂല്യങ്ങളും കൃത്യസമയത്ത് കിട്ടണം. അതാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യം. അത് ഇതുവരെ ഞങ്ങൾ എയർഫോഴ്സുകാർ അത് നല്ല ഭംഗിയായി ചെയ്യുന്നുണ്ട്. ഈ മറ്റുള്ള സർവീസ് ഞങ്ങളെ കൊണ്ട് കഴിയുന്നത് നമ്മൾ ചെയ്തു തരാമെന്ന് കുറേ ആൾക്കാർ ഞങ്ങൾ പ്രതീക്ഷിച്ചു. ഈ ഒരു കൂട്ടായ്മ ഉണ്ടാകണം. ഇത്രയും എല്ലാവരും വന്നതിന് എയർഫോഴ്സ് അസോസിയേഷന് വലിയ നന്ദി പറയുന്നു. ഇനിയും ഇതുള്ള കൂട്ടായ്മ നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് നീങ്ങാം. എയർഫോഴ്സ് അസോസിയേഷൻ അവിടെ ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് നിൽക്കുന്ന പ്രശ്നം എല്ലാവർക്കും ഞങ്ങളുടെ എയർഫോഴ്സ് അസോസിയേഷനിൽ എപ്പോഴും വരാൻ സ്വാഗതമാണ്. ഇനിയിപ്പം സ്പർശിനെ കുറിച്ച് മനീഷ് ജ്യോതിഷ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. പിന്നെ DPD പോകേണ്ട പല കേസുകളും സോൾവ് ചെയ്യുന്നുണ്ട്. ഇപ്പം സമയത ഇല്ലാത്തതുകൊണ്ട് ഞാൻ നിങ്ങളെ എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടെ വന്നതിന് വളരെ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.